ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഓപ്പണിങ്ങിൽ കാര്യമായിട്ടുള്ളൊരു വീക്ക്നെസ് ഒന്നും അല്ല, മൈനർ വീക്ക്നെസ്സോടുകൂടി ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ കമോഡിറ്റികളും ഇന്ന് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രംപിൻ്റെ പുതിയ ത്രെട്ട് വന്നിട്ടുണ്ട്. ബ്രിക്സ് കൺട്രികളിൽ മേൽ അഡീഷണൽ 10% കൂടി താരിഫ് ഇമ്പോസ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താരിഫ് ഡെഡ്ലൈൻ ജൂലൈ 9 എന്നുള്ള തീയതി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു അൺസർട്ടനിറ്റി കൊണ്ടുവരികയാണ് താരിഫിൻ്റെ കാര്യത്തിൽ. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു, പക്ഷേ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം വ്യാഴാഴ്ച എൻ്റെ ചെയ്ത് അമേരിക്കൻ മാർക്കറ്റുകൾ S&P 500 നാസ്ഡാക്കും റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈന് അടുത്താണ് ക്ലോസ് ചെയ്തിരുന്നത്. NVIDIA, മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിൽ സെല്ലേഴ്സ് ആയിരുന്നു. 760.11 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും 1028.84 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഡൊമസ്റ്റിക് ഫണ്ടുകളും വിറ്റിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, BEML, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ട്രാൻസ് റെയിൽ റൈറ്റിംഗ്, RVNL ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്, ടെസ്മാക്കോ റെയിൽ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്, ടിറ്റഗര റെയിൽവേ QIP റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്, 361 വാം ക്രെഡിറ്റ് സ്വിസിൻ്റെ ബ്രോക്കിംഗ് ബിസിനസ് അക്യൂർ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. CG പവറിൻ്റെ QIP അലോട്ട്മെൻറ്റ് 660 രൂപ പെർ ഷെയറാണ്. ഈ QIP ഫണ്ട് റേസിങ് ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ശക്തി പമ്പ്സും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ കൂടെ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. 918 രൂപ പെർ ഷെയറാണ്. പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള മറ്റ് കമ്പനികൾ യൂണിമെക് എയറോസ്പേസ്, ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ദേവ്യാനി ഇൻ്റർനാഷണൽ 257 പുതിയ സ്റ്റോറുകളാണ് Q1 അവർ ആഡ് ചെയ്തിട്ടുള്ളത്. 2039 സ്റ്റോറുകളായിട്ടുണ്ട്. കോഫോർജ് സിഗ്നിറ്റി മെർജർ റേഷ്യോ 1:1 ആണ്. 5:1 ആയിരുന്നു കോഫോർജിൻ്റെ സ്പ്ലിറ്റിന് മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നത്. വേദാന്ത അവരുടെ സാംബിയ കൊങ്കോള കോപ്പർ മൈൻ എക്സ്പാൻഷനുള്ള പ്ലാനിലാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ SME IPOs 2 SME IPOs ഇപ്പോൾ ഓപ്പൺ ആണ്. രണ്ടും നല്ല IPOs ആണ്. മെറ്റ ഇൻഫോടെക് ലിമിറ്റഡ്, അതുപോലെ തന്നെ ക്രയോജനിക് OGS ലിമിറ്റഡ്. ഈ IPO ഒന്ന് ക്ലോസ് ചെയ്യും. മെറ്റ ഇൻഫോടെക് നാളെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ IPOയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന JMJ ഫിൻടെക് അവരുടെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ് ഇഷ്യൂനുള്ളത് 2:1 ആണ് റൈറ്റ്സ് ഇഷ്യൂ. 10 രൂപ 50 പൈസ ആണ് പെർ ഷെയർ. അട്രാക്റ്റീവ് ആണ് വെരി ലോങ് ടൈമിലേക്ക്. 3 രൂപ 15 പൈസയാണ് ഇനീഷ്യൽ കോളിൽ കൊടുക്കേണ്ടത്. 7 രൂപ 35 പൈസയാണ് ഫൈനൽ കോള് വിളിക്കുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ലോങ് റണ്ണിലേക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു NBFC സ്റ്റോക്കാണ് കേരളത്തിൽ നിന്നുള്ളൊരു സ്റ്റോക്കാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളാറ്റിലിറ്റി ഒക്കെ ചെറുതായിട്ടുണ്ടാവാം. ഇന്നു മുതൽ നമ്മുടെ Q1 റിസൾട്ടുകൾ വരികയാണ്. റിസൾട്ടുകൾക്കനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ അതാത് സ്റ്റോക്കുകളിൽ കാണാനായിട്ട് സാധിക്കും. ഈ ആഴ്ചയിൽ TCS, ടാറ്റ എലക്സി 10-ാം തീയതി റിസൾട്ട് ഉണ്ട്, 11-ാം തീയതി ഡിമാർട്ട് ഉണ്ട്. അപ്പോൾ മേജർ കമ്പനികളുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷമാണ് മാർക്കറ്റിൽ നമുക്കൊരു ട്രെൻഡ് അസസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.